16 ടേക്ക് എടുത്തിട്ടും രാഗവും വഴിക്ക് വരുന്നില്ല. ഉടനെ സംവിധായകൻ എൻ്റെ മുഖത്തേക്കൊന്ന് തറപ്പിച്ചു നോക്കി. അതിൻ്റെ അർത്ഥം ഇതായിരുന്നു: താനല്ലേ പറഞ്ഞത് വെണ്ണിലാക കലാസമിതിയിലെ പ്രധാന നടനാണ് മിസ്റ്റർ രാഘവനെന്നും തൻ്റെ നാട്ടുകാരനെന്നും, ഇയാളാണോ നടൻ? എനിക്ക് തോന്നി എൻ്റെ ചീട്ട് പോലും ഇപ്പം തന്നെ കീറുമെന്നുള്ള ഭയം എനിക്ക് തോന്നി. ഉടനെ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്തു. സാർ, താൻ അയാൾക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നാണെങ്കിൽ താൻ വാ തുറക്കണ്ട. അല്ല സാർ, ഓരോരോ സാധനങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് വരും. 16 ടേക്കിന് ഫിലിം എത്രയെന്നറിയൂ? സമയം വേറെ. ഉവ്വ് സാർ, ഇനി അത് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു കാര്യം പറയാനാ ഞാൻ വന്നേ. എന്താ അത്? അല്ല സാർ, നമുക്ക് ഈ സീൻ ചെറുതായിട്ടൊന്ന് തിരുത്തിയാലോ? തിരുത്തുകേ? സംഗതിയൊക്കെ ഇത് തന്നെ. ഞാൻ ചോദ്യം ചെയ്ത് അയാളെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്നതിന് പകരം കുറ്റമേറ്റു കഴിഞ്ഞ പ്രതിയെ സിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തി അയാൾ പറയുന്ന സത്യം ഞാൻ പറഞ്ഞാലോ? എന്നിട്ട് വേണം താൻ ഡയലോഗ് ധരിച്ച് ഇനി അതിന്റെ പേരിൽ ഒരു 16 ടേക്ക് വേറെ. ഇല്ല സാർ, തെറ്റിക്കാതെ പറയാം. പറഞ്ഞാ തനിക്ക് നല്ലത്. ഒരൊറ്റ ടേക്ക് അത് ഓക്കെ ആയില്ലെങ്കിൽ അവന്റെ ഒപ്പം താനും ഔട്ട്. മനസ്സിലായോ? കർത്താവേ. സ്റ്റാർട്ട് സൗണ്ട്. ക്ലാപ്പ്. 6/4 ടേക്ക് 1. ആക്ഷൻ. പ്രതി കുറ്റം സമ്മതിച്ചു സാർ. വിളഞ്ഞ വിത്താണിവൻ. ആദ്യം ഒന്നും സമ്മതിച്ചില്ല, പിന്നെ ഇടിച്ച് കൂമ്പ് കലക്കും മുലപ്പാല് അക്കിക്കൂന്ന് വന്നപ്പോ താനെ വഴിക്ക് വന്നു. എങ്ങനെയാവും കട്ടത്? പത്മാവതി അമ്മ ക്ലബിൽ പോയിട്ട് വരുമ്പോൾ ഇവൻ നേരത്തെ തന്നെ പറമ്പിലൂടെ കയറി തോട്ടത്തിൽ ഒളിച്ചിരുന്നു. അവരുടെ കഴുത്തിലെ നെക്ലസ് അവൻ അപ്പോഴേ നോട്ടം ഇട്ടിരുന്നു. അവർ നെക്ലസ് ഊരി അലമാരുടെ ലോക്കറിൽ വെച്ച് പൂട്ടി താക്കോല് തലണയുടെ അടിയിൽ വെക്കുന്നത് ഇവൻ ജനലിലൂടെ ഒളിച്ചിരുന്ന് കണ്ടു. എന്നിട്ട് തഞ്ചം നോക്കി അകത്ത് കടന്ന് നെക്ലസ് മോഷ്ടിച്ചു. അല്ലടാ, മതിൽ ചാടി രക്ഷപ്പെട്ടാനെ. അപ്പോഴേക്കും പട്ടി ചാടി വീണതുകൊണ്ട് മുങ്ങാൻ പറ്റിയില്ല. വാച്ച്മാൻ തൊണ്ടിയോടെ പിടിച്ചു കെട്ടി. നേരാണോടാ ഈ പറഞ്ഞത്? മൊഴി രേഖപ്പെടുത്തിയിട്ട് ചാർജ് ഷീറ്റ് ചെയ്തേക്ക്. കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ കോട്ട വെച്ചേക്ക്. പത്മാവതി അമ്മയുടെ അനുജത്തിയുടെ ഭർത്താവ് DYSP അല്ലേ? ഒന്നുമില്ലെങ്കിൽ ഒരു വർഗബോധം വേണ്ടേ? യെസ് സർ. വെൽ ഡൺ മിസ്റ്റർ ഇന്നസെന്റ്. അപ്പൊ തനിക്ക് ഒറ്റ ടേക്കിൽ അഭിനയിക്കാൻ അറിയാം അല്ലേ? ഗുഡ്. അങ്ങനെ വലിയ പരിക്കില്ലാതെ ആ സീൻ കഴിഞ്ഞു. രാഘവൻ സ്ഥലം വിട്ടു. രാഘവൻ പറയേണ്ടതായിട്ടുള്ള 1.5 പേജ് ഡയലോഗ് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ തട്ടിയെടുത്തു എന്നാണ് രാഘവൻ വിചാരിക്കുക. ഇത് പോരെ രാഘവൻ എന്നോട് പക തോന്നാൻ? വേറെ വല്ലതും വേണോ? എന്നാ സാർ, എന്നാച്ചേ? ഒന്നുമില്ല, ഒന്നുമില്ല, നീ പോ. സോറി സാർ. രാഘവൻ ആള് ചില്ലറക്കാരനല്ല, നല്ല തണ്ടും തടിയും. ഇരിഞ്ഞാലക്കുട കൊല്ലാട്ടി അമ്പലത്തിലെ ഷഷ്ടിയുടെ അന്ന് രാഘവൻ ഒറ്റ ചവിട്ടിന് 4 ആളെ തള്ളിയിടുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. മാത്രമല്ല ഇയാൾ നല്ല മിലിറ്ററിക്കാരൻ. ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു ഇടിയെങ്ങാൻ കിട്ടി എൻ്റെ പണി കഴിയില്ലോ എന്ന്. നേരത്തെ ആണല്ലോ, ഒറ്റയ്ക്കായി പോയില്ല. ഹലോ ഹലോ ഹലോ, പോരുന്നോ? ഹലോ ഹലോ, എന്തത് ഒന്നും മൈൻഡില്ലാതെ പോണേ? ഹലോ ഹലോ, പോയി പോയി അവള് പോരുന്നില്ല. വേണമെങ്കിൽ ഞാൻ വരാം. എന്താ, മതിയോ? ചേട്ടൻ വിട്ടോ ചേട്ടാ, തടികേടാക്കാണ്ട്. പോയേട്ടാ, പോ. പോകാമായിരുന്നു, പക്ഷേ ഈ നാട്ടിലെ നമ്മുടെ അമ്മ വങ്ങന്മാർക്ക് വഴി നടക്കണ്ടേ? അപ്പോ അങ്ങനെ അങ്ങോട്ട് പോയാൽ പറ്റില്ല. എടാ തെക്കേത്തര വറീതിന്റെ മോനെ, നാട്ടുകാരനെന്ന് കരുതി സഹായിക്കേണ്ടതിന് പകരം നീ എന്നെ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു അല്ലേടാ? എന്റെ 1.5 പേജ് ഡയലോഗ്. അങ്ങനെ ഓരോന്നും ആലോചിച്ച് മുറിക്കകത്തിരിക്കുമ്പോൾ ഒരു മുട്ട് കേട്ടു. ഞാൻ ഇത്രേ മനസ്സിനകത്ത് പ്രാർത്ഥിച്ചുള്ളൂ, ദൈവമേ, ഇതൊരിക്കലും രാഘവനാവല്ലേ എന്ന്. ഞാൻ ചെന്ന് വാതിൽ തുറന്നു. താങ്ക്സ് റാ ഇന്നസെന്റ്, താങ്ക്സ്. താങ്ക്സ് 2 കാര്യത്തിനാ. ഒന്ന്, സിനിമയിൽ അഭിനയിക്കാൻ അവസരം തന്നേന്. 2, പണ്ടാരപ്പടപ്പ് ഡയലോഗ് പറയിപ്പിക്കാതെ എന്നെ രക്ഷിച്ചേന്.
എൻ്റെ അമ്മോ, ഇത്ര പേരുടെ നടുക്ക് ആ പൊള്ളണ ലൈറ്റും കത്തിച്ച് മനുഷ്യപ്പറ്റില്ലാത്ത ആ മരങ്ങോടൻ ഡയറക്ടറുടെ മുമ്പിൽ ഓർക്കുമ്പോ പേടിയാവുന്നു. നിന്നെയൊക്കെ സമ്മതിക്കണം കേട്ടോ. എത്ര പേരുടെ തെറി കേൾക്കണം. നിന്റെ കാര്യം പിന്നെ ചെറിയ ചെറിയ റോളല്ലേ, സമാധാനമുണ്ട്. ഹീറോ കളിക്കുന്ന നസീർ മധുവൊക്കെ എൻ്റെ ഈശ്വരാ എന്തുമാത്രം ഡയലോഗാ പറഞ്ഞു കൂട്ടുന്നേ. അവര് പെടുന്ന പങ്കപ്പാട് വല്ലതും കൊട്ടകയെ വന്ന് കൈയടിക്കുന്ന മനുഷ്യന്മാരറിയുന്നുണ്ടോ? ആദ്യമൊക്കെ മാത്രമേ വിഷമം ഉണ്ടാവും, പിന്നെ അത് ശീലമായിക്കോളും. ഏത് തെറി കേൾക്കുന്നതോ? ഹാർട്ട് അറ്റാക്ക് വരാതെ തന്നെ രക്ഷിച്ചതിന് നിനക്ക് വെറും താങ്ക്സ് പോരാ. രാഘവൻ ഒരു പാരിതോഷികം എനിക്ക് തന്നെങ്കിലും എനിക്കതിൽ സന്തോഷമുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, മേലിൽ ഒരാൾക്കും ഇനി റെക്കമെൻഡ് ചെയ്യില്ല എന്നുള്ളത്.